ഉഫ് മാൻ, എക്സോ സൗണ്ട് ഒരു രക്ഷയില്ലാത്ത എക്സോ സൗണ്ട് കേട്ടോ. പക്ഷേ ഇത് കൊടുക്കണ്ട, വണ്ടി ഐഡിൽ വയ്ക്കുമ്പോൾ തന്നെ ആ ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ ആ USB ബോക്സ് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഭയങ്കര ഇരുത്തം വന്നു അങ്ങനത്തെ ഒരു ഫീലൊന്നുമില്ല. പക്ഷേ സ്റ്റെബിലിറ്റി നല്ലപോലെ, ഹാൻഡ്ലിംഗ് സ്റ്റെബിലിറ്റി നല്ലപോലെ കൂടിയിട്ടുണ്ട് കേട്ടോ. USB ബോക്സ്, നമ്മുടെ ഗിയർ പുഷ് ഇൻഡിക്കേറ്റർ, ഡിസ്റ്റൻസ് ലിമിറ്റ്, ഡ്യുവൽ ചാനൽ ABS ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് ഇപ്പോഴും 2 ലക്ഷത്തിന് താഴെയാണ് എന്നറിയാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഗൈസ്, ഇപ്പോൾ 2023 എഡിഷൻ NS200 ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ എക്സ്പെക്ടേഷൻ റിവ്യൂസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സോട് കൂടി ആ ഒരു 2023 എഡിഷൻ BS6 ആണ്, Phase 2 ആണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കളറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ബ്ലാക്ക് എനിക്ക് തോന്നുന്നത് NS സീരീസ് തന്നെ ഇതുവരെ വന്നതിൽ ബ്ലാക്ക് സീരീസ് അങ്ങ് അധികം കുറവായിരുന്നു കേട്ടോ. 2012 അങ്ങോട്ട് ഒരു ഫുൾ ബ്ലാക്ക് ഉണ്ടായിരുന്നു. അതല്ലാതെ പിന്നെ അതിനുശേഷം ഇങ്ങനെ ഒരു ഫുള്ളി ബ്ലാക്ക് ആയിട്ട് ഈ ഒരു ചെറിയൊരു റെഡ് ഡീക്കോളൊക്കെ വരുന്ന ഒരു മോഡലും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനിൽ നമുക്ക് ഒരു പുതിയ ഗ്രാഫിക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. USB ഫോക്സ് വന്നപ്പോഴത്തേക്കും വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഭയങ്കര പ്രീമിയം ആയിട്ട് മാറിക്കഴിഞ്ഞു. ഏത് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഏത് സൈഡിൽ നോക്കിയാലും വണ്ടിക്ക് ഭയങ്കര ഒരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു ഡിസ്കിൻ്റെ സൈസൊക്കെ കൂട്ടിയപ്പോഴത്തേക്കും അലോയി ഫുള്ള് നിറഞ്ഞ് ഡിസ്ക് ഇരിക്കുന്നു കേട്ടോ. 280 mm വരുന്ന ഡിസ്കിൻ്റെ സൈസ് ഇപ്പോൾ 300 ആക്കിയിട്ടുണ്ട്. ബ്രേക്കിംഗ് എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മോഡിഫൈ ചെയ്തൊക്കെ വണ്ടിയിൽ USB ഫോക്സ് വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ USB ഫോക്സോട് കൂടി നമുക്ക് കമ്പനി വക തന്നെ NS200 കാണാൻ പറ്റി. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് USD വന്നപ്പോഴത്തേക്കും വണ്ടി കുറച്ചുകൂടെ ഒരു ബൾക്കി ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നു. NS200 ഞാൻ ആ ഒരു റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, USD ഫോക്സ് ഒക്കെ എന്തെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ അല്ല ആ ഒരു ലുക്കിൽ വണ്ടിയെ കാണണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഇപ്പോഴെങ്കിലും ബജാജ് അത് മനസ്സിലാക്കി എന്നുള്ള കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് 4 ഡിഫറൻസിലോട്ടും ഡീറ്റെയിൽ ആയിട്ട് വരാം, അല്ലെങ്കിൽ എൻ്റെ സ്പെക്കിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് വരാം. വേറെ ഈ ഒരു 4 സ്പെക്കിനെ കുറിച്ചാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മിറേഴ്സിലൊന്നും മാറ്റമൊന്നുമില്ല. ഹാൻഡിൽ ബാറൊക്കെ സെയിം ആണ്, 3 പീസ് ഹാൻഡിൽ തന്നെയാണ്. ഹെഡ്ലൈറ്റ് സെയിം ആണ്. പിന്നെ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സും നമ്മൾ RSലേക്ക് വരുന്ന പോലെ അല്ലെങ്കിൽ ഡ്യൂക്കിലേക്ക് വരുന്ന പോലെ ആ ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കായിരുന്നു കേട്ടോ. ഇത്രയൊരു അപ്ഡേറ്റിൻ്റെ കൂടെ ആ ഒരു ഇതും കൂടെ കൊടുത്തിരുന്ന വണ്ടി കുറച്ചുകൂടെ ഒരു ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയാണ്. പക്ഷേ ആ ഒരു സെയിം ആ ഒരു ഹാലജൻ ടൈപ്പോട് കൂടി വരുന്ന ആ ഒരു ബൾബോട് കൂടി വരുന്ന ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലെ ഡീകോൾസ് ഒക്കെ പുതിയതാണ്. ഇങ്ങനെ ഒരു ഗ്രാഫിക്സ് ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ എൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ സൈഡ് മാസ്ക് ആയാലും ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു ചെറിയൊരു വൈസർ ആയാലും ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ ആയാലും ഹാലജനാണ് വരുന്നത്. അപ്പോൾ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരു അപ്ഡേറ്റിൽ ഒന്ന് നമ്മുടെ ഈ ഒരു ഹെഡ്ലൈറ്റ് ഹാലജൻ മാറിയിട്ടൊന്ന് LED ഹെഡ്ലൈറ്റ് ആയിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും ചിലപ്പോൾ ഇനി ഫ്യൂച്ചറിൽ വരുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും. എനിക്ക് തോന്നുന്നു 2012 ലോഞ്ച് ആയ ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 10 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് ബജാജ് കൊടുക്കുന്നത്. KTMലൊക്കെ, അതായത് 2012 നമ്മുടെ ഡ്യൂക്ക് 200 NS200 ഒരുമിച്ചാണ് ലോഞ്ച് ആവുന്നത്. അപ്പോൾ ഡ്യൂക്ക് 200 അന്നേ USD ഫോക്സ് ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് USD ഫോക്സ് എന്താണെന്നോ അതിൻ്റെ യൂസ് എന്താണെന്നോ അതിൻ്റെ ഒരു കംഫർട്ട്നെസ് എന്താണെന്ന് ആർക്കും ശരിക്കും അറിഞ്ഞൂടായിരുന്നു. USD ഫോക്സ് എന്താണെന്ന് പോലും അതിൻ്റെ പേരെന്താണെന്ന് പോലും അറിഞ്ഞൂടാത്തൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ബജാജിന് ഏകദേശം അത് NS200 KTM അന്ന് 2012 ഡ്യൂക്കിൽ USD ഫോക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് ഏകദേശം ഒരു 10 വർഷത്തോളം, ഏകദേശം 2012 ലോഞ്ച് ആവുന്നത് 2023 ഏകദേശം ഒരു 10 വർഷത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു ഈ ഒരു USD ഫോക്സ് NSൽ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു USD ഫോക്സ് കാണാൻ പറ്റും. ചെറിയൊരു ഗ്രേ കളറാണ് കേട്ടോ, ചെറിയ നാഡോ ഗ്രേ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു ഗ്രേ ആണ് കാണുന്നത്. ഇപ്പോൾ ഈ ഒരു USD ഫോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡോമിന 250 എടുത്തോ ഡോമിന 400 അഡോപ്റ്റ് ചെയ്തോ ആയിട്ടുള്ള USD ഫോക്സ് അല്ല. ഇത് NSന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തിട്ടൊരു USD ഫോക്സ് ആണ് കേട്ടോ. അത് മാത്രമല്ല ഈ ഒരു USD ഫോക്സ് എന്ന് പറയുന്നത് നമ്മൾ പൾസർ സീരീസിൽ തന്നെ ആദ്യമായിട്ട്, പൾസർ സീരീസ് നമ്മൾ ഒരുപാട് വണ്ടി കണ്ടിട്ടുണ്ട്, 125 ആയാലും 150 ആയാലും 180 ആയാലും 220 ആയാലും പൾസർ സീരീസിൽ ഇതുവരെയുള്ളൊരു ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് നമുക്കൊരു USD ഫോക്സ് പൾസർ സീരീസ് കിട്ടുന്നത്. അതും NS200 ആണ് ഫസ്റ്റ് വന്നേക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ RSൽ ഒരു അപ്ഡേറ്റ് വരുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു സെയിം സാധനം അതിൽ വരുമായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ 33 mm USD ഫോക്സ് ആണ്. അപ്പോൾ ഈ ഇത്രയും പോർഷൻ, ഈ ഒരു കാണുന്ന നിങ്ങൾ ഈ സിൽവർ പോർഷനൊക്കെ അലൂമിനിയം ആണ് വരുന്നത്. മാക്സിമം വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു പോർഷൻ മാത്രമാണ്, അതായത് വർക്കിംഗ് ആവുന്ന ആ ഒരു പോർഷൻ മാത്രമാണ് സ്റ്റീൽ വരുന്നത്. അപ്പോൾ മാക്സിമം വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഡോമിന 250 അല്ലെങ്കിൽ ഡോമിന 400 കണ്ട പോലത്തെ ആ ഒരു സെയിം USD ഫോക്സ് ആണ് ഇതിൽ വരാൻ പോകുന്നതൊക്കെ ചെറിയ റൂമർ ഉണ്ടായിരുന്നു ആദ്യം വണ്ടി ഇറങ്ങുന്ന ആ ഒരു USD ഫോക്സോട് കൂടി വരുന്നു എന്നറിഞ്ഞപ്പോൾ. പക്ഷേ ആ ഒരു സെയിം സാധനം ഇതിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ഒടിവിൽ നല്ല രീതിക്ക് വ്യത്യാസം വരാൻ കേട്ടോ. അപ്പോൾ NSൻ്റെ ആ ഒരു സൈസിനനുസരിച്ച്, NSൻ്റെ ആ ഒരു ഒടിവിനനുസരിച്ച് അല്ലെങ്കിൽ ഇതിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു USD ഫോക്സ് ആണ് ഇതിൽ വരുന്നത്. പക്ഷേ 250 നമ്മുടെ ഡോമിന 250 USD ഫോക്സുമായിട്ട് ഇതിന് ഭയങ്കര ഡിഫറൻസ് ഒന്നും ഞാൻ കണ്ടില്ല. കാരണം ഇതും 250 ഞാൻ അടുത്തടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു സൈസ് ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇത്രയും പോർഷൻ നമുക്ക് അലൂമിനിയമാണ് വരുന്നത്. അവിടെ ഒരു മാക്സിമം വെയിറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. താഴെ സ്റ്റീലാണ് വരുന്നത്. ഏകദേശം ഒരു വണ്ടി ഒരു 3 കിലോയോളം ഇപ്പോൾ ലൈറ്ററാണ്. മുമ്പത്തെ വെർഷനായിട്ട് ഒരു 3 കിലോയോളം വണ്ടിക്ക് വെയിറ്റും കാര്യങ്ങളൊക്കെ
കുറച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും താഴോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ അലോയിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം ആണെങ്കിലും അലോയിലും അവർ ഏകദേശം വെയിറ്റും കാര്യങ്ങളൊക്കെ 1 കിലോയോളം കുറച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ F250-ലും N250-ലും കണ്ട അലോയ് ഡിസൈനാണ് ഈ കാണുന്നത്. നമുക്ക് ഡിസൈനിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. 2012-ലും ഈ ഒരു അലോയ് തന്നെയാണ്. 2012 തൊട്ട് 2023 വരെ കഴിഞ്ഞ BS6 വരെ നമുക്ക് ഈ ഒരു അലോയ് തന്നെയാണ് NS-ൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മുടെ N250 F250 എന്നൊക്കെ എടുത്തിട്ടുള്ള ആ ഒരു സെയിം അലോയ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. കാരണം കുറച്ചുകൂടെ ലൈറ്ററാണ്, മുമ്പത്തെ പ്രീവിയസ് വെർഷനെക്കാട്ടി കുറച്ചുകൂടെ ലൈറ്ററാണ്. പിന്നെ നമ്മുടെ USD ഫോക്സ് കഴിഞ്ഞാൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഡ്യുവൽ ചാനൽ ABS ആണ്. ഇതിന് മുമ്പത്തെ വേരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ മാത്രമാണ് ABS ഉണ്ടായിരുന്നത്, അതും 280mm ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഒരു ക്യാരക്ടർ ഞാൻ ഇതിൻ്റെ എൻ്റെ വണ്ടിയുടെ ഓണർഷിപ്പ് റിവ്യൂവിൽ അല്ലെങ്കിൽ NS-ൻ്റെ ഓണർഷിപ്പ് റിവ്യൂവിൽ ഞാൻ BS6 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി എന്ന് പറയുന്നത് ഒരു 6K RPM വരെയൊക്കെ നമുക്കൊരു സ്പ്ലെൻഡർ കൊണ്ട് നടക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു പ്ലാറ്റിനെ കൊണ്ട് നടക്കുന്ന പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുവരെ ഒരു പാവമായിട്ട് കൊണ്ട് നടക്കും, ഒരു ഡെയിലി യൂസ് ബൈക്ക് പോലെയൊക്കെ കൊണ്ട് നടക്കാൻ പറ്റും ഒരു 6K RPM താഴെ. പക്ഷേ ഒരു 7K കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി മോൺസ്റ്റർ ആവും. ഇത് വേറൊരു ക്യാരക്ടർ കാണിച്ചു തുടങ്ങും. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ ക്യാരക്ടറുള്ള വണ്ടിയാണ്. ഒരു 7K കഴിഞ്ഞാൽ വണ്ടിയുടെ സൗണ്ടിൽ വ്യത്യാസമുണ്ട്, RPM-ൽ വ്യത്യാസമുണ്ട്. ആ ഒരു റോനെസ് വണ്ടിക്ക് ഭയങ്കരമായിട്ട് കൂടും കേട്ടോ. റോ ഫീലിലോട്ട് വണ്ടി മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു 7K RPM-ൽ വണ്ടി എബോ കയറി കഴിഞ്ഞാൽ ആ ഒരു സ്പീഡിനൊക്കെ പിടിച്ച് നിർത്താൻ നമുക്ക് എന്തായാലും ഡ്യുവൽ ചാനൽ ABS-ൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ വണ്ടിയിൽ രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, അല്ല ആ ഒരു ബിഗ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡ്യുവൽ ചാനൽ ABS ആണ്. ഇതിൻ്റെ പവർ അനുസരിച്ച് ഇതിനെ പിടിച്ച് നിർത്തണമെങ്കിൽ ഡ്യുവൽ ചാനൽ ABS-ൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ മുമ്പ് നമ്മൾ കണ്ടുവന്ന ഡിസ്കിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 280 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റേഡിയസ് കൂട്ടിയിട്ടുണ്ട്, 300mm ആയിട്ടുണ്ട് ഡിസ്ക്. അപ്പോൾ 300mm ആകുമ്പോൾ തന്നെ അതായത് ഡിസ്കിൻ്റെ റേഡിയസ് കൂടുമ്പോൾ തന്നെ ബ്രേക്കിങ്ങിൻ്റെ എഫിഷ്യൻസിയും അതുപോലെ ആ ഒരു രീതിക്ക് കൂടും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതും നമ്മുടെ ഈ ഒരു ഡിസ്കും നമ്മുടെ N250 എന്നൊക്കെ ഇതിലോട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഡിസ്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ഡ്യുവൽ ചാനൽ ABS എന്നൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഇതുവരെ നമ്മൾ NS-ൽ കണ്ട 2012 തൊട്ട് വരെ ഇതുവരെ കണ്ട നമ്മുടെ കാലിപ്പർ എന്നൊക്കെ പറയുന്ന ബൈബ്രിഡ് ആയിരുന്നു. ഇപ്പോൾ ഗ്രമീക്ക് എന്ന് പറഞ്ഞിട്ട് ഇറ്റാലിയൻ ബ്രാൻഡിൻ്റെ കാലിപ്പറും കാര്യങ്ങളും അല്ലെങ്കിൽ ബ്രേക്ക് സിസ്റ്റമാണ് വരുന്നത്. ടയർ സെക്ഷനിലോട്ടൊക്കെ പോകുവാണെങ്കിൽ ഫ്രണ്ടിൽ 180/17 തന്നെയാണ് വരുന്നത്. മുമ്പത്തെ നമ്മുടെ MRF-ൻ്റെ നൈലോൺ സാപ്പർ എന്ന് പറഞ്ഞ ആ ഒരു MRF-ൻ്റെ ടയർ തന്നെ കേട്ടോ. 180/17 ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ 130/70/17 ടയർ സൈസ് വരുന്നത്. ടയർ സൈസിലൊന്നും വ്യത്യാസമൊന്നുമില്ല. ബാക്കിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ സിഗ്നേച്ചർ സ്റ്റൈലായിട്ടുള്ള ആ ഒരു ടെയിൽ സെക്ഷൻ, ആ ഒരു ടെയിൽ LED ലൈറ്റൊക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇൻഡിക്കേറ്റേഴ്സൊക്കെ സെയിം ആണ്. പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡറും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പിന്നെ ഈ ഒരു റിഫ്ലക്ടർ മുമ്പത്തെ മോഡൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ബാക്കി ഈ ഒരു റെഡ് റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ. ഗ്രാബ് റെയിൽ സെയിം ആണ്, ടൈപ്പ് സെയിം ആണ്. പിന്നെ സീറ്റൊക്കെ ഇതിന് തൊട്ട് മുമ്പത്തെ BS6 വേരിയൻറ്റിൻ്റെ സെയിം തന്നെയാണ്. സീറ്റ് അത്യാവശ്യം കുഷനാണ്. റൈഡർ സീറ്റ് നല്ല അത്യാവശ്യം കുഷനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പില്ലിയൻ സീറ്റ് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഹാർഡാണ്. പിന്നെ ടാങ്കിൻ്റെ 12 ലിറ്റർ കപ്പാസിറ്റിയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ ഇതിലൊന്നും മാറ്റമൊന്നുമില്ല. 3 പീസ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ തന്നെയാണ് USD ഫോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ചെറിയൊരു മൈനർ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രിപ്പാണ് കേട്ടോ. ഏകദേശം ഒരു നമ്മൾ ഡോമിനറിൽ കണ്ട ആ ഒരു സെയിം ഗ്രിപ്പാണ്. അതായത് ആ ഒരു ഡിസൈനോടുള്ള ഗ്രിപ്പാണ്. ഇതിന് മുമ്പ് വരെ ഇതല്ലായിരുന്നു. വേറെ NS-ന് മാത്രം ചെറിയൊരു ഗ്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രിപ്പ് മാറ്റിയിട്ട് ചെറിയൊരു ഡോമിനറിൻ്റെ ഒക്കെ പോലത്തെ ആ ഒരു സെയിം ഗ്രിപ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ബാക്കി ബാറിൻ്റെ വെയിറ്റൊക്കെ സെയിമാണ്, മിറേഴ്സൊക്കെ സെയിമാണ്. പക്ഷേ വണ്ടി നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. USD ഫോക്സ് ഞാൻ വിചാരിച്ചു എല്ലാവരും പറഞ്ഞു 250 പോലുള്ള USD ഫോക്സ് പോലും അല്ല, അപ്പോൾ അവൻ്റെ സൈസ് കുറവാണ്. പക്ഷേ എനിക്ക് നേരിട്ട് അങ്ങനെ ഭയങ്കര ഒരു സൈസ് കുറവായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് വണ്ടി നേരിട്ട് കാണുമ്പോഴത്തേക്കും. വൈറ്റ് ഞാൻ ഇവിടെ കണ്ടില്ല, വൈറ്റ് പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബ്ലാക്ക് വേരിയൻ്റാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഭയങ്കര നൈസാണ് കേട്ടോ. വണ്ടി ഇങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കര നൈസാണ്. ഒരു സ്റ്റിക്കറിങ്ങൊക്കെ ആയാലും പക്ക വണ്ടി ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളെ മീറ്ററിലാണ് വന്നിട്ടുള്ളത്. മീറ്ററിൻ്റെ ആ ഡിസൈനിലൊന്നും മാറ്റമൊന്നുമില്ല. ആ ഒരു സെമി ഡിജിറ്റലായിട്ടുള്ള ആ ഒരു മീറ്റർ തന്നെയാണ് വരുന്നത്. പേഴ്സണലി എനിക്കും ഇഷ്ടമാണ്. കുറച്ചധികം പേര് ഇഷ്ടപ്പെടുന്ന ഒരു മീറ്ററാണ് ഈ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ. കാരണം ഈ ഒരു സൂചി ഇങ്ങനെ RPM ഇങ്ങനെ സൂചിയിൽ കയറി പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറയുന്നത് എത്ര ഡിജിറ്റൽ മീറ്ററിലും കിട്ടില്ല. നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ വേണമെന്ന്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം ആ ഒരു മീറ്റർ തന്നെ ആ ഒരു പഴയ മീറ്റർ തന്നെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലെ വാണിംഗ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഒരു ബാറ്ററി ലെവൽ കാണിക്കുന്നുണ്ട്, ഹീറ്റിംഗ് ടെമ്പറേച്ചർ ലെവൽ കാണിക്കുന്നുണ്ട്, പിന്നെ ഓയിൽ ലെവൽ കാണിക്കുന്നുണ്ട്, പിന്നെ എഞ്ചിൻ്റെ ഒരു വാണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ട്, പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ബജാജിൻ്റെ ലോഗോ കാണിക്കുന്നുണ്ട്, പിന്നെ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് റൈറ്റ് കാണിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ABS ലൈറ്റ് കാണിക്കുന്നുണ്ട്. അതാണ് ഇത്രയും ഭാഗത്തൊരു ഡിജിറ്റലായിട്ടുള്ളത്. ഫ്യൂൽ ഗേജും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ഗിയർ പുഷ്, ഇൻഡിക്കേറ്റർ, ടൈമുണ്ട്, പിന്നെ നമ്മുടെ സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, കിലോമീറ്റർ, പിന്നെ ട്രിപ്പ് അതൊക്കെ സെറ്റ് ചെയ്യുന്ന സ്വിച്ചും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ആ ഒരു സൈഡിലും മാറ്റമൊന്നുമില്ല. മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗിയർ പുഷ് ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നാലാമത്തെ എന്ന് പറയുന്നത് നമുക്കിവിടെ ഫ്യൂൽ എക്കോണമി കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഡിസ്റ്റൻസ് ടു empty എന്നാണ് അവർ പറയുന്നത്. അതായത് നമ്മുടെ റിമൈനിങ് പെട്രോളിൽ വണ്ടി എത്ര കിലോമീറ്റർ ഓടും നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ വണ്ടി ഈ ഒരു കളർ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒരു മിറർ ഫിനിഷ് ആയിട്ടുള്ള ബ്ലാക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു മിറർ ഫിനിഷ് ആയിട്ടുള്ള ബ്ലാക്കാണ് കേട്ടോ. വണ്ടി ഭയങ്കര ഒരു എക്സ്ട്രാ നീറ്റായി പോയോ എന്നുള്ളൊരു സംശയമുണ്ട്. പെയിൻ ക്വാളിറ്റി, ഈ ഒരു സൈഡിലെ പെയിൻ ക്വാളിറ്റിയൊക്കെ ഭയങ്കരമായിട്ടൊന്ന് പ്രീമിയം ഫീലൊക്കെ തോന്നുന്നുണ്ട്. കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ക്വാളിറ്റി ആകുമ്പോൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പൾസാറിൻ്റെ ടിപ്പിക്കൽ ലോഗോ ഒക്കെ അവർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് 200 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ബ്ലാക്കിൽ മിറർ ഫിനിഷാണ് കേട്ടോ. ഇതിന് മുമ്പ് വൈറ്റ് ചേസും വൈറ്റ് അലുവയൊക്കെ വന്ന് വണ്ടി മാക്സിമം കുളമാക്കിയായിരുന്നു. പക്ഷേ അതിനെല്ലാം പകരം വീട്ടിക്കൊണ്ട് ആ ഒരു പക്ക പ്രീമിയം ലുക്കോട് കൂടി തന്നെ വണ്ടി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇത്രയും
ഇത്രയൊക്കെയാണ് എനിക്ക് NS200 2023 എഡിഷനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ തോട്ട് എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ഇത്രയും അപ്ഡേറ്റ് വന്നെങ്കിലും, അതായത് നമ്മുടെ വണ്ടി 200cc ആണ്, ഒരു വണ്ടി ഇപ്പോഴും ഇത്രയും അപ്ഡേറ്റ്, അതായത് USD ഫോക്സ്, നമ്മുടെ ഗിയർ പുഷ് ഇൻഡിക്കേറ്റർ, ഡിസ്റ്റൻസ് MT, ഡ്യുവൽ ചാനൽ ABS ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് ഇപ്പോഴും 2 ലക്ഷത്തിന് താഴെയാണ് എന്നറിയാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. കാരണം പ്രൈസിങ്ങിൽ ഇങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്ത് നിർത്താൻ പറ്റിയെന്നുള്ള കാര്യം ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള കാര്യം. കാരണം നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, എല്ലാവരും ചിലപ്പോൾ ഭയങ്കര പൈസ ഉള്ളവരൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഓന്നിൻ്റെ ഏകദേശം ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ 170 സംതിങ് ആണ്. കറക്റ്റ് ഞാൻ ലാസ്റ്റ് എന്തായാലും പറയാം. ഇപ്പോഴും 2 ലക്ഷത്തിന് താഴെയാണ് എന്ന് അറിഞ്ഞതിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രൈസിങ്ങിൽ നിർത്തിയതിൽ എനിക്ക് ബജാജിനോട് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കടപ്പാട് അങ്ങനെ ഒരു പറയാനുണ്ട്. കാരണം എല്ലാവർക്കും അറിയാമല്ലോ, ഇത്രയും ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും 2 ലക്ഷത്തിന് പുറത്ത് പോകും. 180 അല്ല 190, രണ്ടിന് അടുത്തുള്ള ഇതിൽ 170 സംതിങ്ങിന് അകത്ത് വണ്ടി ബജാജ് പ്രൈസിങ്ങിൽ നിർത്തിയിട്ടാണ്. എപ്പോഴും പ്രൈസിങ്ങിലാണ് ഫോക്കസ് ചെയ്ത് നിർത്താറുള്ളത് എന്ന് എനിക്ക് മുമ്പ് പലതവണ തോന്നിയിട്ടുണ്ട്. കാരണം ഇതിന് ഇതുവരെ അപ്ഡേറ്റ് കൊടുക്കാത്തതിൻ്റെ പ്രൈസ് കൂടും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ പ്രൈസ് കട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത് ഇത്രയും നാളായിട്ട് USD ഫോക്സും കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത്. പക്ഷേ ഇപ്പോഴും വണ്ടിയുടെ വില 2 ലക്ഷത്തിന് താഴെയാണ് എന്നറിഞ്ഞതിൽ ഒരു സാധാരണക്കാരന് വണ്ടി അഫോർഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സാധാരണക്കാരന് അന്ന് ഇപ്പോൾ ഡ്യൂക്ക് 200 ഇറങ്ങിയ സമയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2012 ഡ്യൂക്ക് 200 ഇതും കൂടെ ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. ഏകദേശം നമ്മുടെ ഡ്യൂക്കിൻ്റെ സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിൽ വരുന്നത്. ചെറിയൊരു ടൂണിങ്ങും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പക്ഷേ അന്നും ഒരു സാധാരണക്കാരന് പവർ എന്താണെന്നോ അല്ലെങ്കിൽ പെർഫോമൻസ് എന്താണെന്നോ ഒരു സാധാരണക്കാരനും അറിയട്ടെ എന്ന് വിചാരിച്ച് ഇറക്കിയതിൽ, അല്ലെങ്കിൽ അത്രയും പ്രൈസ് കുറച്ച് ഇത്രയും പവറും പെർഫോമൻസും ടോപ്പ് തന്നെ തരുന്ന ഒരു വണ്ടി ഇറക്കിയതിൽ ബജാജിനോട് എനിക്ക് ഒരു ഭയങ്കര ഒരു കടപ്പാടും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ വണ്ടിയുടെ എക്സോ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ. പക്ഷെ എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത എക്സോ സൗണ്ട് കേട്ടോ. ഇതുവരെയുള്ള NS സീരീസിൽ ഏറ്റവും കിട്ടില്ല എക്സോസ്റ്റ്. പിന്നെ കയറി ഇരുന്നപ്പോൾ ഉള്ളൊരു ഫീൽ എന്ന് പറയുന്നത് ബാക്ക് സസ്പെൻഷൻ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റർ ആക്കിയിട്ടുണ്ട്, കുറച്ചൊന്ന് സ്മൂത്ത് ആക്കിയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ മുമ്പ് KTM വണ്ടിയിലേക്ക് കയറി ഇരിക്കുമ്പോഴാണ് ബാക്കിലത്തെ സസ്പെൻഷൻ കിടന്ന് വെറുതെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ NSൽ കുറച്ചുകൂടെയൊക്കെ ഹാർഡായിരുന്നു ബാക്കിലത്തെ മോണോഷോക്ക് സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടെ ഒന്ന് ഇരുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു ഫ്രീ പ്ലേ ആയ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല സൗണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വണ്ടിയുടെ എക്സോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വരാം. ഫീൽ മാൻ, സൗണ്ട് രക്ഷയില്ല കേട്ടോ. വണ്ടി ക്യാരക്ടറെ ഫുള്ള് മാറിയ പോലെ. ഞാൻ പറഞ്ഞില്ല, ഒരു 6K RPM കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ BS4 കൈ കൊടുക്കുന്ന സമയത്ത് അടിയുന്നൊരു സൗണ്ട് ഇങ്ങനെ കയറി വരും. ആ ഒരു സൗണ്ട് ഈ വണ്ടിക്ക് ഒരു 4K RPM തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. USD ഫോക്സിൻ്റെ കാര്യം തന്നെ പറയാം. കോർണർ ചെയ്യുന്ന സമയത്ത് നല്ല സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം USD ഫോക്സിൻ്റെ ഒരു ഇത് എന്താണെന്ന് ചോദിച്ചാൽ ബെറ്റർ ഹാൻഡ്ലിങ്ങും, അതായത് കോർണർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റിയും പിന്നെ നമ്മൾ ബെറ്റർ ഹാൻഡ്ലിങ്ങുമാണ് USD ഫോക്സിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ യൂസൊന്നുമില്ല. പക്ഷേ കോർണർ ചെയ്യുന്ന സമയത്താണ് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോർണറൊക്കെ എടുക്കുന്ന സമയത്ത് വണ്ടി കയ്യിലങ്ങ് ഇരിക്കുന്നുണ്ട് കേട്ടോ. വണ്ടി അവിടെ ഇരുന്നാണ് പോകുന്നത്. കിടത്തുന്ന സമയത്തൊക്കെ വണ്ടിയോടെ ഒരു ഇരുത്തം വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് USD വന്ന് ആ ഒരു ഫീൽ ഇല്ല കേട്ടോ. ഈ ഒരു USD ഫോക്സ് ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ഫീലൊന്നുമില്ല. മുമ്പ് നമുക്ക് തോന്നിയിട്ടുള്ള NS ഓടിക്കുമ്പോഴൊരു ഫീൽ എന്താണോ ആ ഒരു ഫീലൊക്കെ തന്നെയാണ്. ഫ്രണ്ടിൽ അധികം വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല, ഹാൻഡിൽ ബാറൊക്കെ സെയിം ആണ്. ഫ്രണ്ടിൽ ആ USD ഫോക്സ് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഭയങ്കര ഇരുത്തം വന്നു, അങ്ങനത്തെ ഒരു ഫീലൊന്നുമില്ല. നമ്മൾ നോർമൽ ഓടിക്കുന്ന NSൽ ഫ്രണ്ടിൽ ഫീൽ ചെയ്യുന്ന എന്ത് വെയിറ്റ് ആയിരുന്നോ, ഇതിന് മുമ്പ് എന്ത് വെയിറ്റ് ആണോ നമുക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന് മുമ്പ് എന്ത് കംഫർട്ടാണോ ഫീൽ ചെയ്യുന്നത്, ആ ഒരു സെയിം തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ഒരു ബിഗ് ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ സ്റ്റെബിലിറ്റി നല്ലപോലെ, ഹാൻഡ്ലിംഗ് സ്റ്റെബിലിറ്റി നല്ലപോലെ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് USD ഫോക്സിൻ്റെ കാര്യം പറയാനുള്ളത്. പിന്നെ ഡ്യുവൽ ചാനൽ ABS ആണ്. അതിപ്പോൾ വണ്ടി അത്യാവശ്യം ഒരു 60 എബോ ഒക്കെ കയറിയാലും നമുക്ക് ആ ഒരു ബൈറ്റ് കറക്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഗിയർ പുഷ് ഇൻഡിക്കേറ്ററൊക്കെ പക്ക ആക്യുറേറ്റ് ആയിട്ട് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കൈയെടുത്ത് നോക്കുക. മാൻ, എക്സോ സൗണ്ട് ഒരു രക്ഷയില്ലാത്ത എക്സോ സൗണ്ട് കേട്ടോ. ഇതുവരെ ഉള്ള NSൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സോ സൗണ്ട്. ഒരു രക്ഷയില്ല. ആ ഒരു സൗണ്ട് ഇങ്ങനെ കൈ കൊടുക്കണ്ട, അപ്പോൾ തന്നെ ആ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കൈ ഇങ്ങനെ കൊടുത്ത് വരുമ്പോഴാണ് NSൻ്റെ ആ ഒരു സൗണ്ട് ഇങ്ങനെ അകത്തുനിന്ന് കയറി വരുന്നത്. പക്ഷേ ഇത് കൊടുക്കണ്ട, വണ്ടി ഐഡിൽ വയ്ക്കുമ്പോൾ തന്നെ ആ ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അറിയാൻ വയ്യ. ആ ഒരു ഉറന്നുള്ള സൗണ്ടാണ് കേട്ടോ. ഇത് സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ല കേട്ടോ സൗണ്ട്. ബാക്കിയെല്ലാം എനിക്ക് ഭയങ്കര ഡിഫറൻസ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നൊന്നുമില്ല. ബാക്കിയെല്ലാം സെയിം ആണ്. ബാക്കി റൈറ്റ് ഫീൽഡിൽ ഫ്രണ്ട് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് USD വന്നപ്പോഴത്തേക്കും. കോർണറിങ് സ്റ്റെബിലിറ്റി ആയാലും കുറച്ചുകൂടെയൊക്കെ നല്ലൊരു ബെറ്റർ കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല കോൺഫിഡൻസോടെ വണ്ടി കിടത്താൻ പറ്റും കർവിലൊക്കെ.
പിന്നെ നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് എന്തുകൊണ്ടും ടെലിസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ് നല്ലത്. കാരണം ഇവിടുത്തെ റോഡ് കണ്ടീഷൻ USD ഫോക്സ് അത്ര നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ടെലിസ്കോപ്പിക്കാണ് ഇവിടുത്തെ റോഡ് കണ്ടീഷൻ നല്ലത്. ഇവിടുത്തെ റോഡിന് അപ്സൈഡ് ഡൗൺ ഫോക്സിൻ്റെ കാര്യമൊന്നുമില്ല. എന്തായാലും ഇപ്പോഴെങ്കിലും ഇത്ര അപ്ഡേറ്റ് ഒക്കെ കൊടുക്കാൻ തോന്നുന്നില്ല ബജാജിന്. കാരണം 10 വർഷത്തോളമായ വണ്ടി, 2012 ഇറങ്ങിയ വണ്ടിക്ക് ഇപ്പോഴാണ് ഇത്രയും ഒരു കസ്റ്റമർ അല്ലെങ്കിൽ NS ഫാൻസ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എന്നുള്ള രീതിക്ക് നമ്മൾ ആഗ്രഹിച്ച ഒരു അപ്ഡേറ്റ് കൊടുത്തത് ഇപ്പോഴാണ്, അല്ലെങ്കിൽ അറിഞ്ഞൊരു അപ്ഡേറ്റ് കൊടുത്തത് ഇപ്പോഴാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ വണ്ടി പൊളിയാണ് കേട്ടോ, വണ്ടി നൈസാണ്. വേറെ ബാക്കിയെല്ലാം സെയിമാണ്, ബാക്കി നമ്മുടെ ടിപ്പിക്കൽ NS200 തന്നെയാണ്, വേറെ ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല. ഹാൻഡ്ലിംഗ് ഒക്കെ സെയിമാണ്, കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ഹാൻഡ്ലിംഗ് ആയിട്ടുണ്ട്, കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും പറയാനൊന്നുമില്ല. നിങ്ങളെ കമൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. എടുക്കാൻ ആരെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ വണ്ടിയെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പറയാം. എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ കമൻറ്റ്സ് എനിക്ക് ആവശ്യമാണ്. മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ വണ്ടി എങ്ങനെ ഉണ്ടെന്ന്, പിന്നെ നമ്മുടെ റിവ്യൂ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക. അതിനാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും